ലോകം കണ്ട മഹാനായ മുഹമ്മദ് ബിൻ അലബി മാലിക്കി അവരുടെ ഉസ്താദുമാണ് ഹാഫിദുൽ മിസ്രി തങ്ങൾ. ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതനായ അലി ജുമാ ത്വല്ലല്ലാഹു അംറഹു അവരുടെ ഉസ്താദുമാണ് ഹാഫിദുൽ മിസ്രി തങ്ങൾ. 40 കൊല്ലത്തിലേറെ ഉറങ്ങിയിട്ടില്ല എന്ന് അലി ജുമാ പറയുന്നത് ഇത് എന്റെ കയ്യിലുണ്ട്. ശൈഖ് മുത്തവല്ലി ഷറാവി പറയുന്നതും എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിൽ നിഷേധിക്കാൻ കഴിയില്ല. നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, അവരെ പറ്റി ഇവിടെ വർത്താനവുമില്ല. നിഷേധിക്കുന്നവർക്ക് സ്വന്തം റബ്ബിനെ നിഷേധിക്കാലോ. ഞങ്ങളുടെ ഉസ്താദ് ഹാഫിദുൽ മിസ്രി തങ്ങൾ 40 കൊല്ലത്തിലേറെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട മുത്തവല്ലി ഷറാവി പറയുന്നത് എന്റെ കയ്യിലുണ്ട്. ഹബീബായ നബി പറയുകയാണ്, പുണ്യ റസൂൽ പറയുകയാണ്, മാ റഅയ്തു മിസ്ലൽ ജന്നതി നാമ ത്വാലിബുഹാ വമാ റഅയ്തു മിസ്ലൻ നാരി നാമ ഹാരിബുഹാ. മാ റഅയ്തു മിസ്ലൽ ജന്ന, സ്വർഗ്ഗത്തെ പോലെ ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ല. നാമ ത്വാലിബുഹാ, അതിനെ തേടുകയും അതിന്മേൽ പണിയെടുക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും അത് നേടാൻ വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യേണ്ടവൻ ഉറങ്ങുന്നതായിട്ട് വേറൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ഒരു കർഷകൻ ഇങ്ങനെ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. ക്ഷണികമായ ലാഭം എന്നാലും ഉറങ്ങൂല. ഒരു കച്ചവടക്കാരൻ ഇങ്ങനെ ഉറങ്ങൂല. എന്തുകൊണ്ട്? ക്ഷണികമായ ലാഭം എന്നാലും ഉറങ്ങൂല. പക്ഷെ സ്വർഗം അങ്ങനെയല്ല. സ്വർഗം തേടേണ്ടവൻ ഉറങ്ങാ. ഇത് മറക്കരുത്, വല്ലാത്ത ഹരീത, ഒരിക്കലും മറക്കരുത്. സ്വർഗത്തെ പോലെ അന്വേഷിക്കുകയും പണിയെടുക്കുകയും ചെയ്യേണ്ടവൻ ഉറങ്ങുന്ന ഒരു വസ്തു ഞാൻ കണ്ടിട്ടില്ല വേറെ. ഉറങ്ങാതെ പണിയെടുക്കേണ്ടവനാണവൻ, പക്ഷേ ഉറങ്ങാണ്. രാവും പകലും കഷ്ടപ്പെട്ട് നേടേണ്ടതാണ് സ്വർഗം, പക്ഷേ ഉറങ്ങാണ്. ഞാൻ ഇന്ന അത്ഭുത ഒരു ഹദീസിൽ മുസ്തഫ നബി പറഞ്ഞു, അജിബ്തു മിൻ റജുലൈൻ, 2 ആളെ കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒന്ന് സ്വർഗം തേടേണ്ടവനാണ്, പക്ഷെ ഉറങ്ങാണ്. അവന് തൊട്ടടുത്ത് സ്വർഗം ഉണ്ടോ, പണിയെടുത്താൽ മതി, പക്ഷെ ഉറങ്ങാണ്, പണിയെടുക്കൂല. മാ റഅയ്തു മിസ്ലൽ ജന്നതി നാമ ത്വാലിബുഹാ, സ്വർഗത്തെ പോലെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അത് അന്വേഷിക്കുകയും അതിന് പണിയെടുക്കുകയും ചെയ്യുന്നവൻ ഉറങ്ങുന്നതായ വേറൊരു വസ്തു. അത്ഭുതമാണ് സ്വർഗത്തിന്റെ കാര്യം, അത്ഭുതമാണ്. സ്വർഗം അന്വേഷിക്കുന്നവരുടെ കാര്യം അത്ഭുതമാണ്. അജിബ്തു മിൻ റജുലൈൻ, 2 ആളുടെ കാര്യത്തിൽ എനിക്ക് അത്ഭുതമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ റഅയ്തു മിസ്ലൻ നാരിഹാ നാമ ഹാരിബുഹാ, നരകത്തെ പോലെ വേറൊന്നിനെയും കണ്ടിട്ടില്ല. അതിൽ നിന്ന് പേടിച്ചോടേണ്ടവനും ഉറങ്ങിക്കിടക്കുന്നതായിട്ട്. പേടിച്ചോണ്ടവനാ, പക്ഷെ ഉറങ്ങാ. കൊതിച്ച് ഓടി വരേണ്ടതാ, അവനും ഉറങ്ങാ. അങ്ങനെയുണ്ട്. ഒരു പാമ്പ് കടിക്കാൻ വന്നാല് അവൻ ഉറങ്ങിക്കിടന്ന അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഒരു വീട് തീ കത്തുമ്പോൾ, വീട് തീ കത്തിപ്പിടിക്കുന്ന നേരത്ത് അവിടെ ഉറങ്ങിക്കിടക്കുന്ന ഒരാളവസ്ഥ എന്തായിരിക്കും? ആളെ വിളിച്ച് എന്നിട്ട് ഉറങ്ങന്നെ, ഉറക്കം തന്നെ, എണീക്കുന്നില്ല. കള്ളുഷാപ്പിന് തീ പിടിച്ചപ്പോൾ കള്ളുടിക്കുന്ന ഒരാളോട് ആളുകൾ വന്ന് പറഞ്ഞു, തീ പിടിച്ചിട്ടുണ്ട്. അവൻ ചിരിച്ചു, നല്ല മാലില. അങ്ങനത്തെ ഒരു കഥ ഒരാൾ എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട്. കള്ളുഷാപ്പിന് തീ പിടിച്ച്, അപ്പൊ ഇവൻ ഫുള്ള് പൂസായി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരാൾ വന്ന് പറഞ്ഞ് തീ പിടിച്ചിട്ടാ ഞങ്ങൾ ഓടുകയാണ്. അപ്പൊ അവൻ ചിരിച്ച്, അപ്പം വിചാരിച്ച അതിൻ്റെ നാടകമാണ്. അങ്ങനെ കള്ളുഷാപ്പ് കത്തിച്ചാമ്പലായി, ഇവനും കത്തിച്ചാമ്പലായി എന്നതുപോലെ ഒരു ഉദാഹരണമാണ്. മാ റഅയ്തു മിസ്ലൽ ജന്നതി നാമ ത്വാലിബുഹാ, മാ റഅയ്തു മിസ്ലൽ ജന്ന, സ്വർഗത്തെ പോലെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നാമ ത്വാലിബുഹാ, അതിനു വേണ്ടി പണിയെടുക്കുന്നവൻ ഉറങ്ങുന്ന വേറൊരു സാധനവും. ഒരു സാധനത്തിന് വേണ്ടി പണിയെടുക്കുന്നവൻ ഉറങ്ങിയാൽ എന്താവും? എന്നാലോ ഒരു കൃഷിക്ക് വേണ്ടി പണിയെടുക്കുന്നവൻ ഉറങ്ങൂല, ഉറങ്ങിയാൽ നാളെ നശിച്ചു. ഒരു കച്ചവടത്തിന് വേണ്ടി പണിയെടുക്കുന്നവൻ ഉറങ്ങൂല, ഉറങ്ങിയാൽ കച്ചവടം തകർന്നു.
അതുകൊണ്ട് അവർ ഉറങ്ങൂല. അവർക്ക് ഭാര്യയില്ല, കുട്ടികളില്ല. ഭാര്യ പിണങ്ങിപ്പോയാലും അവനുറങ്ങൂല. അത്തരം സന്ദർഭത്തിൽ ഭാര്യ 99% ഭാര്യ പിണങ്ങി പോകൂല്ല. എന്തുകൊണ്ട്? അതിന് മാത്രം വരുമാനമാണ്. അയാൾ ആ പീടികയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. രാവും പകലും കേടിയും കച്ചവടം, അതിനനുസരിച്ച് വരുമാനമുണ്ട്, ഭയങ്കര. കൈ നിറച്ച് അവൾക്ക് പൈസ ഉണ്ട്, ഷോപ്പിങ്ങിന് ഇഷ്ടം പോലെ പണമുണ്ട്. അപ്പോൾ അതേ സമയത്ത് സ്വർഗക്കാരനായ, സ്വർഗത്തിന് വേണ്ടി തേടുന്ന ഭർത്താവ് 2 രാത്രി തഹജ്ജുദിന് വേണ്ടി നേരം വൈകിയാൽ, തഹജ്ജുദ് നിസ്കരിച്ച് നേരം വൈകി അവളെ കട്ടിലിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ അവളെ ദേഷ്യം തീരിക്കും. സ്വർഗത്തെ പോലെ അന്വേഷിക്കേണ്ടവൻ ഉറങ്ങുന്നതായിട്ടും നരകത്തെ പോലെ പേടിച്ചോടേണ്ടവൻ ഉറങ്ങുന്നതായിട്ടുമുള്ള 2 വസ്തുവിനേക്കാൾ ഇങ്ങനത്തെ വസ്തുക്കളെ ഞാൻ കണ്ടിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. വേറെ ഹദീസ്, അതിൻ്റെ 30-ാമത്തെ ഹദീത്തായി ബഹുമാനപ്പെട്ടവർ കൊണ്ടുവരുന്ന വേറൊരു ഹദീസും ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ കേൾപ്പിക്കാം. പുണ്യ മുഹമ്മദ് മുസ്തഫ حدثنا سليمان بن أحمد حدثنا سلامة بن ناهل حدثنا إسماعيل بن بهير بن عبد الله بن زرارة الرقي حدثنا يعلى بن الأشدق عن كليب بن هزن قال سمعت رسول الله صلى الله عليه وسلم يقول. كليب بن هزن رضي الله عنه പറയുന്നു, ഞാൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ? പുണ്യ റസൂൽ പറയുകയാണ്, യാ ഖൗമി തുൽബുൽ ജന്ന ജഹദകും വഹ്റുബു മിനൻ നാരി ജഹദകും ഫഇന്നൽ ജന്നത ലാ യനാമു ത്വാലിബുഹാ വഇന്നൻ നാര ലാ യനാമു ഹാരിബുഹാ. ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട കുലൈബ് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടു എന്ന് പറയുന്ന ഹദീസ് ഇമാം തബറാനി തന്റെ മുഅ്ജമുൽ കബീറിൽ അടക്കം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ നുഐം റളിയല്ലാഹു അൻഹു മുഹദ്ദിസുകളിൽ പ്രധാനിയായ മഹാനായ അബൂ നുഐം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. എന്താണ് കുലൈബ് ബിൻ ഹസൻ പറയുന്നത്? റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യാ ഖൗമി, എന്താ മുത്തുനബി പറയുന്നത്? യാ ഖൗമി, ജനങ്ങളെ, ഉത്ലുബുൽ ജന്ന ജഹദകും, പരമാവധി നിങ്ങൾ സ്വർഗത്തെ അധ്വാനിച്ച് നേടണം. അധ്വാനിക്കണം, നിങ്ങൾ അന്വേഷിക്കണം. എവിടെയൊക്കെ സ്വർഗം കിട്ടും അവിടെയൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. പള്ളിയിൽ, വീട്ടിൽ, നാട്ടിൽ, കഷ്ടപ്പെട്ടവൻ്റെ അടുത്ത്, ബുദ്ധിമുട്ടവൻ്റെ അടുത്ത്, എവിടെ റുക്കോയിൽ, സുജൂദിൽ, ഖുർആനോട്ടിൽ, സാധുക്കളെ സഹായിക്കുന്നതിൽ, സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നതിൽ, എവിടെയൊക്കെ സ്വർഗം കിട്ടും അവിടെയൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. യാ ഖൗമി, ജനങ്ങളെ, ഉത്ലുബുൽ ജന്ന, സ്വർഗത്തെ നിങ്ങൾ തേടണം. ജഹദകും, നിങ്ങളെ പരമാവധി അധ്വാനിച്ച്, അതായത് നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സ്വർഗം തേടണം. വഹ്റുബു മിനൻ നാരി ജഹദകും, നിങ്ങളുടെ പരമാവധി കഷ്ടപ്പെട്ട് നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ തേടിച്ചോടുകയും വേണം. എങ്ങനെയൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അങ്ങനെയൊക്കെ നിങ്ങൾ നരകത്തിൽ നിന്ന് ഓടണം, കഷ്ടപ്പെട്ട് ഓടണം. ഓടി, അങ്ങനെയാണല്ലോ. ഒരു അഗ്നിപർവ്വതം പൊട്ടി എന്നറിഞ്ഞാൽ അതിൻ്റെ പരിസരത്തുള്ള ആളുകളെ ഓട്ടം എങ്ങനെയായിരിക്കും? അതിനേക്കാൾ വേഗതയിൽ നരകത്തിൽ നിന്ന് ഓടണം. അള്ളാഹു നമ്മൾ അങ്ങനെ സങ്കല്പിക്കുക. ഒരു അഗ്നിപർവ്വതം പൊട്ടി എന്നറിഞ്ഞിട്ട് അവിടെ പരിസരത്ത് ഉറങ്ങിയവൻ്റെ അവസ്ഥ എന്തായിരിക്കും? എത്ര കഷ്ടപ്പെട്ട് പേടിച്ചോടണം. അതുകൊണ്ട് നിങ്ങൾ സ്വർഗം, അതേപോലെ തന്നെ ഭാഗ്യം അങ്ങനെ തന്നെയാണ്. ഒരു ഭാഗ്യം ഇതാ അപ്പുറത്തൊരാള് വരുന്ന ആളുകൾക്ക് അവിടെ അങ്ങാടിയിൽ കവലയിൽ വരുന്ന ആളുകൾക്ക് മുഴുവനും നല്ല നോട്ടിൻ്റെ കെട്ട്, 2000-ൻ്റെ ഒരു 50-ൻ്റെ കെട്ട്, 50 ലീഫുള്ള കെട്ട്, 1,00,000 റുപ്യ വന്ന ആളുകൾക്ക് മുഴുവനും കൊടുക്കുന്നുണ്ട്. ഇവിടെ മുതലാളി വന്നിറങ്ങിയിട്ടുണ്ട് കൂളിമാട് അങ്ങാടിയിൽ. അയാൾ വരുന്ന ആളുകൾക്ക് മുഴുവനും 1,00,000 റുപ്യ അങ്ങനെ പെരുന്നാൾ, നോമ്പും പെരുന്നാളും കഴിക്കാനുള്ള പൈസ എന്ന് പറഞ്ഞിട്ട് 1,00,000 റുപ്യ അങ്ങനെ കൊടുക്കുന്നുണ്ട്. കാറ് നിർത്തിയിട്ടുണ്ട്, ആളുകൾ കൂടിയിട്ടുണ്ട്, ഡിക്കിയിൽ പൈസ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കൊടുക്കാണ് നമ്മൾ കേട്ടു. അപ്പം നമ്മളെന്താ ചെയ്യുക? അപ്പം നമ്മളെന്താ ചെയ്യുക പറയാം? അപ്പം നമ്മളെന്താ ചെയ്യുക?
ആരോ കൂളിമാടെന്ന് വിളിച്ചിടാം, ഒരാള് ഇങ്ങനെ വലിയൊരു മുതലാളി കൂളിമാട് അങ്ങാടി വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അയാൾ 1 ലക്ഷത്തിന്റെ കെട്ടിങ്ങനെ കൊടുക്കാം. ആ നല്ല വയലറ്റ് കളറിലുള്ള 2000 നോട്ട്. വരുന്ന ആളുകൾക്കെല്ലാം 50 ലീഫുള്ള, അതായത് 1 ലക്ഷം റുപ്യ പുത്തൻ നല്ല നോട്ടിനെ കെട്ടിങ്ങനെ വരുന്നവർക്ക് മുഴുവനും കൊടുക്കണം. എല്ലാവരും വാങ്ങിപ്പോണുണ്ട് എന്നറിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ കക്കൂസ് പോകാൻ ഇങ്ങനെ നേരത്താണത് അറിഞ്ഞ്. അങ്ങനെ സങ്കല്പിക്കുക, നമ്മൾ കക്കൂസിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഇത് വിവരം കിട്ടിയത് എങ്കിൽ പറയും കക്കൂസിൽ പോകാൻ എങ്ങനെ, കക്കൂസിന്റെ വാതിൽ തുറക്കുമ്പോഴാണ് വിവരം കിട്ടിയത്. എൻ്റെ ഇതാ കൂളിമാട് ഒരാൾ വന്നിട്ടുണ്ട് എന്ന് ഭാര്യ വിളിച്ചു പറഞ്ഞ്, അമ്മ വിളിച്ചു പറഞ്ഞ്, ബാപ്പ പറഞ്ഞ്, കുഞ്ഞുമാനെ ആരോ കൂളിമാട് പൈസ കൊടുക്കണ്ടത്രേ, 1 ലക്ഷം എല്ലാവർക്കും. അത് സാരല്ലപ്പേ, ഞാൻ കക്കൂസ് പോയി ഇറച്ച ഒരാൾ പറയും. അവൻ കക്കൂസ് മറന്നു, അവന് ഓടും, മോട്ടോർ സൈക്കിൾ കിട്ടിയ വേഗനയിൽ പായും. അവിടെ ചെന്ന് 1 ലക്ഷം രൂപ വാങ്ങിയാൽ പിന്നെ കക്കൂസ് പോകാൻ തോന്നൂല. കാരണം പിന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. എന്തുകൊണ്ട്? ഈ 1 ലക്ഷം കൊടുത്ത ആളുകൾ വരുന്നില്ല എന്ന് കണ്ടാൽ പിന്നെയും കൊടുക്കാൻ ഇയാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ? ലാസ്റ്റ് കക്കൂസ് പോകട്ടെ എന്ന് വിചാരിച്ച് അവസാനം ഇറങ്ങിയത് അപ്പോഴാണ് വിവരം കിട്ടിയത്. അന്നവന് കക്കൂസ് പോകണം എന്ന വിചാരം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അത്രയും വലിയ വാക്യല്ലേ ഇവിടെ ഉള്ളത്. അതാണ് ഹബീബായ നബി പറഞ്ഞ, അതാണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. നിങ്ങൾ അത്ര വലിയ ഭാഗ്യമാണ് സ്വർഗം. ഈ 1 ലക്ഷം റുപ്യ ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞില്ലേ, 2 ആഴ്ച കൊണ്ട് കഴിഞ്ഞില്ലേ? കടക്കാരനോ മറ്റോ ആണ് എങ്കിൽ അന്നനെ വൈകുന്നേരം കടക്കാർ കൊടുത്ത കഴിഞ്ഞു. എന്നാൽ ഇത് ഒരിക്കലും ഏറെ ഖൈറായതും എന്നെന്നും നിലനിൽക്കുന്നതുമാണ്. എന്നിട്ടും നാമ ത്വാലിബുഹ, അത് അന്വേഷിക്കേണ്ടവൻ ഉറങ്ങിയാൽ എന്തു ചെയ്യും? അതുകൊണ്ട് ലാ യനാമു ത്വാലിബുഹ, ഈ ഹദീസിൽ മുത്തുനബി പറയാണ്, ലാ യനാമു ത്വാലിബുഹ, സ്വർഗം അന്വേഷിക്കുന്നവൻ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. ഉറങ്ങരുത്. അതിന്റെ അർത്ഥം ഉറങ്ങരുത് എന്നല്ല, അത്യാവശ്യത്തിനല്ലാതെ ഉറങ്ങരുത്. അന്നത്തെ പണിയെടുത്തിട്ടുണ്ട് എന്ന് ബോധ്യമില്ലാതെ ഉറങ്ങരുത്. അന്നോ പണിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അടുത്ത പണിക്ക് വേണ്ടി അല്ലാതെ ഉറങ്ങരുത്. ഇശാ നിസ്കരിച്ചു, ഒരല്പം കിടക്കണം, എന്ത് കിടന്നാലല്ലേ തഹജ്ജുദുള്ളൂ. അതുകൊണ്ട് ലാ യനാമു ത്വാലിബുഹാ, സ്വർഗം അന്വേഷിക്കുന്നവൻ ഉറങ്ങരുത്. മഹാനായ സയ്യിദ് സുലൈമാൻ, സയ്യിദ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഉമ്മ പറയുന്നൊരു വാക്കുണ്ട്, ലാ തുക്സിരിൻ നൗമ ഫിൽ ലൈൽ, മൻ കസറ നൗമുഹു ഫിൽ ലൈൽ യകൂനു ഫഖീറൻ യൗമൽ ഖിയാമ. മോനെ, ഒരു രാത്രിയും പൂർണ്ണമായി ഉറങ്ങരുത്. മൻ കസറ നൗമുഹു ഫിൽ ലൈൽ യകൂനു ഫഖീറൻ യൗമൽ ഖിയാമ. രാത്രി പൂർണ്ണമായി ഉറങ്ങുന്നവൻ അന്ത്യനാളിലെ ഫക്കീറായിരിക്കും. പരലോകത്തിന് വേണ്ടി രാത്രി ഒരാൾ പണിയെടുത്തിട്ടില്ലെങ്കിൽ അയാൾ പരലോകത്ത് ഫക്കീറായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം തുബ്രാനി അടക്കം ഉള്ള മഹാന്മാർ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. യാ ഖൗമി തുലുബുൽ ജന്ന ജഹ്ദക്കും, നിങ്ങൾ പരമാവധി നിങ്ങൾ സ്വർഗത്തെ തേടണം. വഹ്റുബു മിനന്നാർ ജഹ്ദക്കും, നിങ്ങൾ പരമാവധി അധ്വാനിച്ച് നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം. എന്തുകൊണ്ട്? ഫഇന്നൽ ജന്നത ലാ യനാമു ത്വാലിബുഹാ, സ്വർഗമുണ്ടല്ലോ, അത് അന്വേഷിക്കുന്നവൻ ഉറങ്ങരുത്. ഉറങ്ങുകയില്ല. നരകമുണ്ടല്ലോ, അതിൽ നിന്ന് ഓടുന്നവൻ ഉറങ്ങരുത്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ നരകത്തിൽ നിന്ന് ഓടുന്നവനാണെങ്കിൽ ഉറങ്ങുകയില്ല, ഉറക്കം വരില്ല. വീട് തീ കത്തി പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉറക്കം വരുമോ? അഗ്നിപർവ്വതം പൊട്ടി എന്ന് പറഞ്ഞാൽ ഉറക്കം വരുമോ?
തൊട്ടടുത്ത കവലയിൽ വരുന്നവർക്കൊക്കെ 10 ലക്ഷം വാരി കൊടുക്കുന്നുണ്ടാൽ ഉറക്കം വരുമോ? ഉറങ്ങൂല. ദുനിയാവെന്ന് ഉറങ്ങാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. 12 മണിക്ക് ശേഷം കട അടച്ച് കണക്കെഴുതി ചെറിയൊരു ഭക്ഷണം കഴിക്കുമ്പോഴത്തേന് 1 മണി, 1:30 മണി, 2 മണി, പിന്നെ 4 മണിയായാൽ വീണ്ടും കട തുറക്കണം. സുബഹിന് മുമ്പ് കട തുറക്കണം. ഷിഫ്റ്റാണ്. 2-3 ഷിഫ്റ്റ് ആളുകളാണ് കടയിൽ ജോലിക്കാർ. ഇയാൾക്ക് ഷിഫ്റ്റില്ല. ഇയാൾ പൈസൻ്റെ സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കും. ഇയാൾക്ക് വേറെ ആളെയും വിശ്വാസമില്ല. കട 12 മണിക്ക് അടച്ചാലോ ഇയാൾ കണക്കൂട്ടും. പിന്നെ അതെല്ലാം ക്ലിയർ ആക്കുന്നവർ വരെ അയാൾ അവസാനത്തെ പൂട്ടിട്ടിട്ട് അയാൾ ഇറങ്ങിപ്പോരും. ആ ഷിഫ്റ്റിലുള്ള ആളുകൾ പിന്നെ ഉച്ചക്ക് വന്നാൽ മതി, അതുവരെ അവർ ഉറങ്ങും. ഇയാൾ അങ്ങനെയല്ല. ഇയാൾ റൂമിൽ വന്ന് കണക്കെഴുതി പൈസ കൃത്യമാക്കി നാളെ ബാങ്കിൽ കൊടുത്തേക്കാനുള്ളത് അങ്ങനെ കണക്കാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അടുത്ത് സമാപനം ചൂടാക്കണമെങ്കിൽ വലിയ കവലയിലെ വലിയ റെസ്റ്റോറൻറ്റാണ്, ഒരു വിദേശ രാജ്യത്തെ റെസ്റ്റോറൻറ്റ്. ഞാൻ അത്ഭുതപ്പെട്ടുപോയിട്ടുണ്ട് ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ. 4 മണിക്ക് അടുത്ത ടീം വരും. അപ്പോൾ താക്കോൽ ഇയാൾ വെക്കും. കാരണം ഒരു ചായയെങ്കിലും ആരെങ്കിലും കുടിച്ചു പോയ പൈസ നഷ്ടപ്പെട്ടല്ലോ, അത് തൊഴിലാളി പോക്കറ്റിലിട്ടാലോ. എന്നാൽ ആകെ ഇയാൾക്കുള്ളത് 1.5 മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങിയെങ്കിൽ ഇനി ഉറങ്ങുന്നുണ്ടോന്നോ അല്ലാഹു ആലം. കാരണം നാളത്തെ കച്ചവടത്തിൻ്റെ ലാഭത്തെ പറ്റി സ്വപ്നം കണ്ട് കിടക്കണോ അതും അറിയില്ല. ഒരു ക്ഷീണമില്ല. അടുത്ത കൊല്ലം ഒരു കൊല്ലം അയാൾ ഉറങ്ങൂല. അടുത്ത കൊല്ലം അയാളുടെ പാർട്ട്ണർ വരും, അയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ അയാൾ ഉറങ്ങൂല. 2 പാർട്ട്ണർമാരുടെ ഒരു കടയാണ്. ഒരു കൊല്ലം ഒരാൾ നടത്തും, ഒരു കൊല്ലം ഒരാൾ നടത്തും. 2 ആളും ഉറങ്ങൂല. ഒരു കൊല്ലം ഉറങ്ങൂല. എന്തുകൊണ്ട്? ഒരു പ്രശ്നമില്ല. ഭാഗ്യല്ലേ? ഏതാണ് ഈ ഭാഗ്യം? ഫാനിയത്തായ ഭാഗ്യം, നഷ്ടപ്പെടുന്ന ഭാഗ്യം. എന്നിട്ട് ഉറങ്ങില്ല എങ്കിൽ യഥാർത്ഥമായ ഭാഗ്യം സ്വർഗമാണ്. അത് അന്വേഷിക്കുന്നവൻ ഉറങ്ങുകയില്ല. ഉറങ്ങാൻ കഴിയില്ല അതിന്റെ അർത്ഥം തീരെ ഉറങ്ങൂല എന്നല്ല, നീ തീരെയും ഉറങ്ങാതിരിക്കാം. അങ്ങനത്തെ ആളുകളെയും നമ്മുടെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ 1000 ആളെ ചരിത്രം പറയണമെന്ന് പറഞ്ഞാലും ഞാൻ പറയും. ജീവിതത്തിൽ ഉറങ്ങാത്ത മനുഷ്യന്മാർ, അതായത് ജീവിതത്തിന് ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കൊഴിവാക്കി. അങ്ങനത്തെ ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട്, ചരിത്രം പഠിച്ചിട്ടുണ്ട്. അത് നമുക്കെങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. വെറുതെ എന്നോട് കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. തെളിവ് ഞാൻ പറയും. കൊഞ്ഞനം കുത്താനൊക്കെ കുറേ ആളുകൾ വരാറുണ്ട്, പക്ഷെ പിന്നെ വരില്ല. താരീഖ് ചരിത്രം ഞാൻ പറയും. അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ആമിർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലുണ്ട്. താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ് ആമിർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. 60 കൊല്ലത്തിലേത്തോളം ഉറങ്ങിയിട്ടില്ല. എന്നാലോ നേരം വെളുത്തി മനുഷ്യനെ കണ്ടാൽ ഒരു പുതിയാപ്പളയുടെ ചന്താണ് സദാ സമയവും. ചൊറുക്ക് ഒരു പുതിയാപ്പളയുടെ ചന്തം, ഒരു പുതിയാപ്പളയുടെ ചന്തമാണ് മുഖത്തേക്ക് നോക്കിയാൽ. മഹാനായ ആമിർ ബിൻ ഖൈസ് ഉറക്കപ്പറ വലിയ ആളാണ്, വലിയ ആളാ. അള്ളാഹു അവരെ കൊണ്ടൊക്കെ അള്ളാഹു താല ദുനിയാവിൽ രക്ഷപ്പെടുന്ന മുഅ്മിനീൻ അള്ളാഹു താല എല്ലാവർക്കും മഹാന്മാരായ ആളുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിച്ച് നേടാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. മഹാനായ ആമിർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ഉറക്കം വരില്ല, ഉറങ്ങില്ല, ഒരിക്കലും ഇല്ല. ചിന്തിക്കണം. കാരണം അത്ര വലിയ ഭാഗ്യല്ലേ കാത്തിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൽ ഉറങ്ങാത്ത ആളുകളെ ഞാൻ ഈ മജ്‌ലിസിൽ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഹാഫിദുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷിഹാബ് ഞങ്ങളുടെ ഉസ്താദായ അബ്ദുൽ ഹലീം മഹ്മൂദിൻ്റെ ഉസ്താദായിരുന്നു ബഹുമാനപ്പെട്ട ഹാഫിദുൽ മിസ്രി റളിയല്ലാഹു അൻഹു. 978 അവരുടെ മരണം. 1978 ഹാഫിദുൽ മിസ്രി തങ്ങളുടെ മരണം. അപ്പോൾ നമ്മളൊക്കെ ജനിച്ചിട്ടാണ് അവർ മരിക്കുന്നത്. 1966 എൻ്റെ ജനനം. എനിക്ക് 12 വയസ്സുള്ള സമയത്താണ് അവരുടെ മരണം. അപ്പം അത്രയും അടുത്ത മരിച്ചാളാണ് ബഹുമാനപ്പെട്ട ഹാഫിദുൽ മിസ്രി അത്തിജാനി റളിയല്ലാഹു അൻഹു. ഷിഹാബ് തങ്ങളുടെ ഉസ്താദായ അബ്ദുൽ ഹലീം മഹ്മൂദിൻ്റെ ഉസ്താദാണ് ഹാഫിദുൽ മിസ്രി തങ്ങൾ. ഷെയ്ഖ് മുത്തവല്ലി ഷാറാബിയുടെയും ഈ കിതാബ് 20ഓളം വാള്യങ്ങളിലുള്ള ബഹുമാനപ്പെട്ട ഖുർആന്റെ തഫ്സീറാണിത്. ആ തഫ്സീർ ബഹുമാനപ്പെട്ട ഇമാം ഷാറാബിയുടേതാണ്. ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദുമാണ് ബഹുമാനപ്പെട്ട ഹാഫിദുൽ മിസ്രി തങ്ങൾ. എന്തിനെ? ബഹുമാനപ്പെട്ട
മുഹമ്മദ് അലവി മാലിക്കി അൽ മക്കി, ലോകം കണ്ട മഹാനാലെ മുഹമ്മദ് ബിൻ അലവി മാലിക്കി അവരുടെ ഉസ്താദുമാണ് ഹാഫിദുൽ മിസ്രി തങ്ങൾ. ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതനായ അലി ജുമാ ത്വല്ലല്ലാഹു അംറഹു അവരുടെ ഉസ്താദുമാണ് ഹാഫിദുൽ മിസ്രി തങ്ങൾ. 40 കൊല്ലത്തിലേറെ ഉറങ്ങിയിട്ടില്ല എന്ന് അലി ജുമാ പറയുന്നത് ഇത് എന്റെ കയ്യിലുണ്ട്. ശൈഖ് മുത്തവല്ലി ഷറാവി പറയുന്നതും എന്റെ കയ്യിലുണ്ട്. നിഷേധിക്കാൻ കഴിയില്ല. നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, അവരെ പറ്റി ഇവിടെ വർത്താനവുമില്ല. നിഷേധിക്കുന്നവർക്ക് സ്വന്തം റബ്ബിനെ നിഷേധിക്കാലോ. ഞങ്ങളുടെ ഉസ്താദ് ഹാഫിദുൽ മിസ്രി തങ്ങൾ 40 കൊല്ലത്തിലേറെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട മുത്തവല്ലി ഷറാവി പറയുന്നത് എന്റെ കയ്യിൽ ഉണ്ട്. ലോകത്തത് ലഭ്യമാണ് ആ വാക്ക്. അലി ജുമാ പറയുന്നതും എന്റെ കയ്യിലുണ്ട്, ലോകത്ത് ലഭ്യമാണ്. എന്റെ ഉറക്കം വരാഞ്ഞു. അൽ ജന്ന ലാ യനാമു ത്വാലിബുഹാ, സ്വർഗത്തെ അന്വേഷിക്കുന്നവർ ഉറങ്ങാറില്ല. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ്. അജബൽ ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. പ്രേമിക്കുന്നവർക്ക് ഉറക്കം ഹറാമല്ലേ? പ്രേമഭാജനത്തെ കാത്തിരിക്കുന്നവർക്ക് ഹറാമല്ലേ ഉറക്കം? തന്റെ ഭാര്യ ആദ്യമായി തന്നെ കാണാനെത്തുന്ന, തന്റെ കല്യാണം കഴിഞ്ഞ രാത്രി തന്നെ കാണാനെത്തുമ്പോൾ ഒരുത്തൻ കുറുക്കം വലിച്ചുറങ്ങാം. തട്ടി വിളിച്ചു നോക്കി, ഉറങ്ങിയില്ല, എണീറ്റില്ല, ഉറങ്ങില്ല, ഫുൾ ഉറക്കില്ല. അങ്ങനെ വലിയ പറ്റും എന്നതുപോലെ ഇതാണ് സ്വർഗത്തിന്റെ അവസ്ഥ. മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ഒരു ഹദീത്ത് കൂടി കേട്ടോളൂ. 31ാമത്തെ ഹദീത്തായി ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീത്ത് മഹാനായ സയ്യിദ് അബൂ നുഐമിൽ ഇസ്ഫഹാനി റളിയല്ലാഹു അൻഹു, അല്ലാഹു അവരുടെ ദറജ കൊടുക്കട്ടെ, തൻ്റെ സ്വർഗത്തെ പറ്റിയുള്ള അവരുടെ കിതാബിൽ 31ാമതായി പറഞ്ഞൊരു ഹദീസ്. حدثنا محمد بن حميد حدثنا عبد الله بن محمد بن ناجية حدثنا سويد بن سعيد حدثنا حفص بن ميسرة عن زيد بن أسلم عن أبي بن عمر رضي الله عنه قال النبي صلى الله عليه وسلم. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസിന്റെ റിപ്പോർട്ടർ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ നിന്ന് കേട്ട് ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസിന്റെ ശ്രോതാവ് മുത്ത് നബിയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേട്ടോളൂ, ഈ ഹദീസ് മറക്കരുത്. ഈ ഹദീസ് വലിയ ഗൗരവമായ ഹദീസാണ്. ഇത് വേറെ ഗൗരവമായ ഹദീസാണ്. മറക്കരുതേ, ഇത് മറക്കാൻ പാടില്ല. പുണ്യ നബി പറയുകയാണ്, മുത്ത് നബി പറയുകയാണ്. സലാത്തല്ലി എല്ലാവരും ശ്രോതാക്കളും ലോകത്തിന്റെ നാനാഭാഗത്തും ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നവരിത് ഇൽമിന്റെ മജ്ലിസാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തെ പറ്റി പറയുന്ന ഇൽമിന്റെ മജ്ലിസാണ്. ആ സുമോഹന ഭാഗ്യം നമ്മളെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. മറ്റൊരു ഹദീസ് മുത്ത് മുഹമ്മദ് മുസ്തഫ ഇന്നമാ യദ്ഖുലുൽ ജന്നത മൻ യർജൂഹാ. اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم. കേട്ടോളൂ കുട്ടികളെ, കേട്ടോളൂ. മാഷാഅല്ലാഹ്. ഇന്നമാ യദ്ഖുലുൽ ജന്നത മൻ യർജൂഹാ. സ്വർഗ്ഗത്തെ കൊതിച്ച് നടക്കുന്നവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. കിട്ടിയാലും വേണ്ടില്ല എന്ന് പറഞ്ഞവര് അതിൽ കയറൂല. സ്വർഗത്തെ ഒഴിവാക്കിയാരുമില്ല. എല്ലാവരും വലിയ വലിയ മശായിഖന്മാരില്ലേ? ഇല്ല. അവർ അള്ളാഹുവിന്റെ ലിഖാവിന് വേണ്ടി സ്വർഗം കൊതിച്ചവരാ. അവർ ഇത് സൗഭാഗ്യത്തിന് വേണ്ടിയല്ല. അതിനേക്കാൾ വലിയ സൗഭാഗ്യം ഉണ്ട് അവിടെ. എന്ത് റബ്ബിന്റെ ലിഖാവ്, സ്വർഗം വേണ്ടെന്ന് പറഞ്ഞാൽ ആരുമില്ല. ഹബീബായ നബി പറയാ, മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വർഗത്തെ ആഗ്രഹിക്കുന്നവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ.
അറബി പഠിച്ചവർക്കറിയാം, ക്ലിപ്താശയത്തെ കൊണ്ടുവരാനേ ഇന്നമ എന്ന പദം പ്രയോഗിക്കൂ. ക്ലിപ്താശയം. ഇന്നമാ യദ്ഖുലുൽ ജന്നത മൻ യർജൂഹാ വഇന്നമാ യൻജു മിനൻ നാരി മൻ യഖാഫുഹാ. വഇന്നമാ യൻജു മിനൻ നാരി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, മൻ യഖാഫുഹാ, നരകത്തെ പേടിക്കുന്നവരാണ്. സ്വർഗത്തെ കൊതിക്കുന്നവരാണ് സ്വർഗത്തിൽ എത്തിപ്പെടുക, നരകത്തെ ഭയപ്പെടുന്നവരാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് മുഹമ്മദ് മുസ്തഫ. കിട്ടിയാൽ മല്ല, കിട്ടിയില്ല മല്ല, കിട്ടണമെങ്കിൽ കിട്ടട്ടെ, മെനക്കെടാനാവൂല എന്നാണെങ്കിൽ എത്തൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയൊക്കെ പറയാലോ. അങ്ങനെ തമാശക്കെങ്കിലും ചില ആളുകൾ പറയാലോ, കിട്ടിയാൽ മതി, അങ്ങനെ മെനക്കെടാനാവൂല, അങ്ങനെയൊക്കെ കിട്ടിയാൽ മതി. ചില ആളുകൾ പറയില്ലേ, ആവൂല, അറബികൾ നേരിട്ട് വന്ന് എന്നെ കൊണ്ടുപോകണമെങ്കിൽ പോകുക ഗൾഫിൽ, അല്ലാതെ മെനക്കെടാനാവില്ല, അവൻ ഗൾഫിലെത്തൂല, അറബിയൊന്നും കൊണ്ടുപോകില്ല. സൗദി അറേബ്യയിലെ രാജാവ് ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, മെനക്കെടാനാവില്ല എന്നൊരാൾ പറഞ്ഞാലോ ഒന്നും സൗദി അറേബ്യയിൽ എത്തൂല. ദുബായിലെ രാജാവ് നേരിട്ട് വരട്ടെ എൻ്റെ വീട്ടിലേക്ക്, എന്നിട്ട് എന്നെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, അല്ലാതെ എവിടെയാണ് വിസ, എവിടെയാണ് അന്വേഷിച്ച അതിനൊന്നാവൂല. രാജാവിന് വരട്ടെ, രാജാവിന് എന്നെ ആവശ്യമുണ്ടെങ്കിൽ രാജാവിന് വരട്ടെ. അങ്ങനെ ഒരു പിരാന്തം പറഞ്ഞാൽ അവനെ തേടി രാജാവ് വരില്ല, അവൻ ദുബായിലോട്ട് കാണൂല, അവൻ ദുബായിൻ്റെ ഫോട്ടോ കാണും, ദുബായ് കാണൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം, ഇത് ചിന്തിക്കണം. ഈ ഹദീസ് മറക്കരുത്, ശ്രോതാക്കൾ മറക്കരുത്. ഇന്നമാ യദ്ഖുലുൽ ജന്നത മൻ യർജൂഹാ വഇന്നമാ യൻജു മിനൻ നാരി മൻ യഖാഫുഹാ. ഹദീസ് മറക്കരുത്. ആരാ റിപ്പോർട്ടർ? മുത്തനബിയിൽ നിന്ന് സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. സയ്യിദുനാ ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഹദീസ്. ഒരുപാട് മുഹദ്ദിസുകൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹിബ്ബാൻ തൻ്റെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും ഉണ്ട്. ഒരുപാട് ഹില്യത്തിൽ അബൂ നുഐം തങ്ങൾ തന്നെ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നമാ ബഹുമാനപ്പെട്ട അബൂ നുഐം ഇസ്ഫഹാനി തങ്ങൾ 31ാമത്തെ ഹദീസായി തൻ്റെ സ്വർഗത്തെ പരാമർശിക്കുന്ന അവരുടെ ഗ്രന്ഥത്തിൽ 31ാമത്തെ ഹദീസായി അവർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നമാ യദ്ഖുലുൽ ജന്നത മൻ യർജൂഹാ വഇന്നമാ യൻജു മിനൻ നാരി മൻ യഖാഫുഹാ. നരകത്തെ ഭയപ്പെട്ട് നടക്കുന്നവരല്ലാതെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറില്ല. അല്ലാഹു നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ, ഞങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ, സിറാത്ത് പാലത്തിൽ രക്ഷപ്പെടുത്തി തരണം. എപ്പോഴും ദ്വാരക്കണം, ഏത് സമയം ദ്വാരക്കണം, എപ്പോഴും ദ്വാരക്കണം. കാരണം ഭയപ്പെടുന്നവരെ ഒഴിവാകൂ, ആഗ്രഹിക്കുന്നവരെ കയറൂ. ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ പണിയെടുക്കും. അള്ളാഹു പണിയെടുക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ശ്രദ്ധിക്കണം. ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു എൻ്റെ മുത്തഖീങ്ങളും സാലിഹ്യങ്ങളുമായ അടിമകളിൽ നമ്മളെ ചേർത്ത് തരട്ടെ. അള്ളാഹു എൻ്റെ മുഅ്മിനീങ്ങളിൽ നമ്മളെ ചേർത്ത് തരട്ടെ. എന്നാലോ തൊട്ടടുത്തുണ്ട് വേറെ ഹദീസ് കൂടി കേട്ടോളൂ, അതിനപ്പുറത്തേക്ക് പോകാം. ഒരു ഹദീസ് കൂടി കേട്ടോളൂ. സ്വർഗവും നരകവും ഇവിടെ തന്നെ ഉണ്ട്, തൊട്ടടുത്തുണ്ട്. തൊട്ടടുത്ത് അന്വേഷിച്ചാൽ കിട്ടും, ഭയപ്പെട്ടാൽ രക്ഷപ്പെടാം. എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. എവിടെ? തൊട്ട് മുന്നിൽ. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. വളരെ വളരെ പ്രധാനപ്പെട്ട ഹദീസാണത്, വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. حدثنا أبو حفص الخطابي حدثنا عباس بن الفضل الأسباطي حدثنا من جابر بن الحارث حدثنا علي بن مصر عن الأعمش عن أبي وائل عن عبد الله. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ആണ് റിപ്പോർട്ടർ. അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ, ലോകത്താദ്യമായി പരസ്യമായ ഖുർആൻ ഓതിയ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ആണ് ഇവിടെ റിപ്പോർട്ടർ മുത്തുനബിയിൽ നിന്ന്. കേട്ടോ ഹദീസ് വളരെ സഹിഹ് ഹദീസാണ്. എന്താ പറയുന്നത്? മുത്ത് മുഹമ്മദ് മുസ്തഫ
അൽ ജന്നത്ത്, നമ്മൾ തേടാന്നാണ്, ദൂരൊന്നും പോണ്ട, ഇവിടെ ഉണ്ട്, കാലിൻ്റെ അടുത്തുണ്ട്. അൽ ജന്നത്തു അഖ്റബു ഇലാ അഹദിക്കും മിൻ ശിറാക്കി നഅലിഹി വന്നാറു മിസ്ലു ദാലിക്. ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങൾ തേടുകയാണെങ്കിൽ നിങ്ങളുടെ സ്വർഗം അടുത്തിട്ടുണ്ട്. നിങ്ങൾ തേടുകയാണെങ്കിൽ ചെരുപ്പിന്റെ വാറിനേക്കാൾ തൊട്ടടുത്ത് എന്തുണ്ട്? സ്വർഗണ്ട്. കിട്ടും. ഒന്നാണ് കയറിയാൽ മതി. ചെരുപ്പിന്റെ വാറിനെ പറ്റി പറയാൻ കാരണം എന്താ? ചെരുപ്പിനേക്കാൾ ഒരു മനുഷ്യനോട് വരിഞ്ഞു നിൽക്കും ചെരുപ്പിന്റെ വാറ്. മിൻ ശിറാക്കി അൽ ജന്നത്തു അഖ്റബു ഇലാ അഹദിക്കും മിൻ ശിറാക്കി നഅലിഹി. ഏതൊരാളും ധരിച്ചിട്ടുള്ള ചെരുപ്പിന്റെ വാറിനേക്കാൾ സ്വർഗം അവനോട് അടുത്തിട്ടാണ്. പണിയെടുത്താൽ മതി, അന്വേഷിച്ചാൽ മതി, തൊട്ടടുത്തുണ്ട്. കാനഡയിൽ പോണ്ട, അമേരിക്കയിൽ പോണ്ട, ഇവിടെ തന്നെ ഉണ്ട്. സ്വർഗം കിട്ടാൻ വേണ്ടി മർക്കത്ത് വേണ്ട, സ്വർഗം നിന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. പഴൂരുണ്ട്, കുളിമാടുണ്ട്, മൂത്തേടത്തുണ്ട്, മാവൂരുണ്ട്, കോഴിക്കോടുണ്ട്, മലപ്പുറത്തുണ്ട്. എന്ത് സ്വർഗം? നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ സ്വർഗം നിന്റെ തൊട്ടടുത്തുണ്ട്. അതിൻ്റെ അർത്ഥം അവിടെ ഉണ്ട് എന്നല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നിന്റെ തൊട്ടടുത്താണ്. നീ പണിയെടുത്താൽ നിനക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അതുപോലെയാണ് നരകവും. അതായത് നരകത്തിന്റെ തൊട്ടടുത്താണ് നിന്റെ കാല്. ഓടണമെങ്കിൽ ഓടിക്കോ, എന്നെങ്കിലും വരികയല്ലേ? അങ്ങനെയല്ല, നരകം നിന്റെ കാലിന്റെ അടുത്തെത്തിയിട്ടുണ്ട്, ഓടണമെങ്കിൽ ഓടിക്കോ. തീ കത്തിപ്പിടിച്ചിട്ട് തീ നിന്റെ കട്ടിലിന്റെ അടുത്തെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉറങ്ങുകയാണെങ്കിലോ? അടുത്ത വീട്ടിലല്ല തീ, നിന്റെ തൊട്ടടുത്ത് തീ. നീ ഉറങ്ങുകയാണ്, കട്ടിലിന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു എണീക്ക്, കട്ടിൽ പിടിക്കുക, കട്ടിൽ പിടിച്ചു തീ. വന്നാറും അതുപോലെയാണ് നരകവും. അഥവാ നിന്റെ കാലിന്റെ ചെരുപ്പിന്റെ ബാറിനേക്കാൾ അടുത്തിട്ട് എന്തുണ്ട്? വൽ ജന്നത്തു അഖ്റബു ഇലാ അഹദിക്കും മിൻ ശിറാക്കി നഅലിഹി. കാലിന്റെ ചെരുപ്പിന്റെ മിൻ ശിറാക്കി നഅലിഹി. എന്താ അർത്ഥം? കാലിന്റെ പറ മക്കളെ, എന്താ അതിന്റെ അർത്ഥം? മിൻ ശിറാക്കി നഅലിഹി, കാലിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തിട്ടുണ്ട് എന്ത്? സ്വർഗവും നരകവും. വാറിനേക്കാൾ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹ് നമുക്ക് തുറന്നു തരട്ടെ.